ഹല്ലേലൂയ. ഇത്രത്തോളം നാളുകളിൽ വെളിപ്പാട് പുസ്തകമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം നാം ചിന്തിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. നമുക്കറിയാം, ഇത് വായിച്ച് കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും ഒക്കെ എന്തു ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ മരിച്ചിടത്ത് നന്നായി പ്രസംഗിപ്പാൻ എനിക്കിടയായി. പിന്നെ ഞാൻ കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നുള്ളതും വെളിപ്പാട് പുസ്തകമൊക്കെ വായിപ്പാനായിട്ട് ഇടയായി തീർന്നായിരുന്നു. നമ്മൾ ഈ വചനം ഒന്ന് വായിച്ച് കേൾപ്പിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, ആ ഒരു ത്രില്ല് നമുക്ക് വേണം. ഹല്ലേലൂയ. ദൈവവചനം നമ്മുടെ വീടുകളിൽ വരുന്നവരെ ആണേലും ഒത്തിരി വർത്തമാനം പറയുമ്പോൾ നമുക്ക് വേദഭാഗത്തു നിന്ന് ഒരു കാര്യം വായിക്കാമെന്നൊന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കും. ഒത്തിരി വർത്തമാനം പറയുമ്പം നിങ്ങൾക്കൊരു കാര്യം അറിയണം, വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാമെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ആളുകൾ നമ്മുടെ വീട്ടിൽ വരത്തുമില്ല. അത് വലിയൊരു അനുഗ്രഹമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ സ്ഥിരമായിരിക്കുന്ന വചനമാണ് പറയുന്നത്. ഇത് വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. നമ്മുടെ ഇത് ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് നമ്മൾ ലോകത്ത് വിടുന്നുണ്ട്. ലോകത്ത് ഈ ഭൂഗോളത്തിലെല്ലായിടത്തും നമ്മുടെ ഈ സൗണ്ട് ചെല്ലുന്നുണ്ട്. എവിടെ നമ്മുടെ ഇത് ഓണാക്കിയാലും അവർക്ക് ലഭിക്കും. കർത്താവിൻ്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അടുത്ത ശനിയാഴ്ച നമുക്ക് മൂവാറ്റുപുഴ നമ്മുടെ വൈസ് പ്രസിഡൻ്റ് അവിടെ കൺവെൻഷനാണ്. വെള്ളി, ശനി, ഞായർ നല്ല പാട്ടുകാരൊക്കെ ഉണ്ട്. നമ്മുടെ വൈസ് പ്രസിഡൻ്റ് ആകുമ്പോൾ ഇവിടെ വന്നവർ ക്ഷണിച്ചു. ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസന്മാരാണ് സംസാരിക്കുന്നത്. കടന്നു പോകാൻ കഴിയുന്നവർ കടന്നു പോകണമെന്ന് ഓർപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് 18-6 മുതൽ. അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പിൻ. അവൾ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പിൻ. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി മതി. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വെളിപ്പാട് 18-6 മുതലാണ് വായിക്കുന്നത്. നിങ്ങൾ ആയിരിക്കും വെളിപ്പാട് ഇങ്ങനെ തീരുന്നില്ലല്ലോ എന്ന്. പണ്ട് ഞാനൊരു കഥ പോലെ കേട്ടിട്ടുണ്ട്. ഒരു പാസ്റ്റർ അമേരിക്കയിൽ പ്രസംഗിക്കാൻ പോയിട്ട് കുറേ ദിവസം പുള്ളി പ്രസംഗിച്ചു. പക്ഷെ ദാവീദ് ശൗലിനെ ഗോലിയാത്തിനെ കൊല്ലുന്ന അവിടം വരെ വരത്തില്ല. അതിനു മുമ്പ് ഓരോ ദിവസവും തീരും. കൊല്ലുന്ന രംഗത്തിലേക്ക് വരികയല്ല. അപ്പം കൊച്ചിങ്ങനെ മടുത്ത്, കൊച്ചാ. അപ്പോൾ കൊച്ച് പറഞ്ഞു, ഇന്ന് പാസ്റ്ററങ്കിൾ ഗോലിയാത്തിനെ കൊന്നില്ലെങ്കിൽ ഞാൻ ഗോലിയാത്തിനെ കൊല്ലുമെന്ന്. കാരണം ഈ ഗോലിയാത്തിനെ കൊല്ലണം എന്നുള്ളതല്ലേ കഥ എന്ന് പറഞ്ഞ പോലെ വെളിപ്പാട് പുസ്തകം നമ്മൾ തുടങ്ങിയിട്ട് തീരുന്നില്ല. വെളിപ്പാട് നമ്മൾ പറയുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പോകും. വായിച്ചു തീർത്താൽ പോരല്ലോ. പല കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പറഞ്ഞാണ് പോകുന്നത്. അത് നമുക്ക് അനുഗ്രഹമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ബാബേൽ നഗരത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുകയാണ്. 18-6 വായിച്ചാൽ, അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ. നിങ്ങൾ അവർക്ക് പകരം ചെയ്യുവീൻ. അവളുടെ പ്രവർത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പീൻ. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, ബാബേൽ എന്താ ചെയ്തത്? ബാബേൽ ദൈവമക്കൾ നെബൂഖദ്നേസറിൻ്റെ കാലം മുതൽ ദൈവമക്കളെ അടിമവേല ചെയ്യിച്ച് അടിമയാക്കി അവരെ പീഡിപ്പിക്കുന്ന അനുഭവമായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, ദൈവജനത്തെ ആര് പീഡിപ്പിച്ചാലും അതിനിരട്ടിയായി ദൈവം അവർക്ക് പകരം ചെയ്യും. നമ്മൾ മനസ്സിലാക്കണം, ദൈവജനത്തെ ആര് പീഡിപ്പിച്ചാലും ഹല്ലേലൂയ അതിനിരട്ടിയായി ദൈവം പകരം കൊടുക്കും. നമ്മൾ ദൈവത്തിൻ്റെ സമയത്താണ് ദൈവം കൊടുക്കുന്നത്. ദൈവമക്കൾക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. നമുക്കും പല കാര്യങ്ങളും നമ്മൾ പ്രതികരിക്കാതെ പോകുക. കാരണം പ്രതികരിക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നാം ഒരു കാര്യം അറിയണം, നാം പ്രതികരിച്ചില്ലെങ്കിലും ദൈവമായ കർത്താവ് എന്തു ചെയ്യും? പ്രതികരിക്കും. അത് നമ്മൾ വിശ്വസിക്കണം. ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി പ്രതികരിച്ചിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രതികാരം എനിക്കുള്ളത് പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും. കർത്താവ് പറഞ്ഞു, പ്രതികാരം ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയ. പ്രതികാരം ദൈവത്തിനുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ പ്രിയ പോളുപോൻ പറഞ്ഞ പോലെ ദുരുപദേശം അങ്ങ് പെരുകുക. നമുക്കിപ്പം സുവിശേഷം പറയുന്നതിനേക്കാളിൽ വലുതായ കാര്യം സുവിശേഷത്തിനെതിരായി ദുരുപദേശത്തെ കണ്ണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ.
അങ്ങനെ ഒരു കാലത്തിലാണ് നാം ആയിരിക്കുന്നത്. സുവിശേഷം തന്നെ പറഞ്ഞാൽ പോരെ, ദുരുപദേശം ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത് നിത്യത്തിലേക്ക് വിടാതിരിക്കാൻ വേണ്ടി ശത്രു ശക്തമായി പ്രവർത്തിക്കുക. അപ്പം നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. സ്തോത്രം. അപ്പം ഇവിടെ എഴുതിയിരിക്കുകയാണ്, വായിച്ചോ. നിങ്ങൾക്ക് ചെയ്തതുപോലെ അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ ദൈവമക്കളെ പീഡിപ്പിച്ചതിനനുസരിച്ച്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, നെബൂഖദ്നേസറിൻ്റെ കാലം മുതൽ അവൾ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു, ചെതറിപ്പോകുമായിരുന്നു, അടിമകളായി അവർ വേല ചെയ്യുകയായിരുന്നു. സ്തോത്രം. യെരൂശലേം ദേവാലയത്തിലെ പാത്രങ്ങളെല്ലാം അവരെടുത്തുകൊണ്ട് പോയി യെരൂശലേമിനെ അശുദ്ധമാക്കി. സ്തോത്രം. നമുക്കറിയാം, സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ മതിലുകളെല്ലാം ഇടിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക പലയിടങ്ങളിലും, ഓരോ സാഹചര്യങ്ങളിൽ. പ്രിയമുള്ളവരെ, നമ്മളെ ശ്രദ്ധിക്കണമേ. സ്തോത്രം. എന്നാൽ ദൈവം തമ്പുരാൻ പറയുകയാണ്, അവൾ ചെയ്തതിന് നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുക, അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പിൻ. ആ പ്രവൃത്തികൾക്ക് തക്കവണ്ണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 29-ാമത്തെ വാക്യം. ബാബേലിന്റെ നേരെ വില്ലാളികളെ വിളിച്ചു കൂട്ടുവിൻ. ബാബിലോണിന്റെ നാശത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി വാക്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുക. ബാബിലോണിന് നേരെ വില്ലാളികളെ വിളിച്ചു കൂട്ടുവിൻ. വില്ല് കുലയ്ക്കുന്ന ഏവരുമായുള്ളവരെ അതിന്റെ നേരെ ചുറ്റും പാളയം ഇറങ്ങുവിൻ. ആരും അതിൽ നിന്ന് ചാടിപ്പോകരുത്. അതിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അതിന് പകരം കൊടുപ്പിൻ. അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുപ്പീൻ. ദൈവം അങ്ങ് ഇടപെട്ടാല്. സ്തോത്രം. ഇന്നലെ എവിടെ ആയിരുന്നു? ഭൂമികളൊക്കെ ഉണ്ട്. തായ്ലാൻഡായിരുന്നു, മ്യാൻമർ. ഞാനതൊന്ന് വാർത്ത കണ്ടായിരുന്നു. കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്ന വലിയ പില്ലർ ക്രെയിനൊക്കെ അതേപടി മറിഞ്ഞു പോവുക. ഇവിടെ മെയിൻ റോഡിലെ ലൈറ്റുകളെല്ലാം എന്ത് ചെയ്യുക? പോസ്റ്റേ കിടന്നാടുക. മനുഷ്യൻ പ്രാണരക്ഷാർത്ഥം ഓടുക. കാരണം അവിടെ ഓടുക എന്ന് പറഞ്ഞാൽ 10-25 നിലയുള്ള കെട്ടിടം ഇങ്ങോട്ട് വീണാൽ എവിടം വരെ പോകും? ആളുകൾ എങ്ങോട്ടാണ് ഓടുന്നത്? നമ്മൾ മനസ്സിലാക്കണം. ഈ സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ വാതിക്കലായിരിക്കുന്നുവെന്ന് കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 15 നിലയുള്ള കെട്ടിടത്തിനകത്ത് ഇരിക്കുന്ന ആളിൻ്റെ അവസ്ഥ. സ്തോത്രം. 15 നില കെട്ടിടത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന അവസ്ഥ. അതിടിഞ്ഞ് കൊല്ലം കിട്ടുമോ? തവിടുപൊടിയായിപ്പോവും. അനേകർ മരിച്ചു. കുറേ കണക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ദൈവം പ്രവർത്തിച്ചാൽ ഇതൊക്കെ നമ്മൾ വിചാരിക്കും ദൈവം അറിയാതല്ല പ്രവർത്തിക്കുന്നത്. ദൈവം അറിയാതെയല്ല പ്രവർത്തിക്കുന്നത്. ദൈവം അറിയാതെയല്ല ഈ കാര്യങ്ങളൊന്നും നടക്കുന്നത്. ദൈവത്തിൻ്റെ എല്ലാ കാൽക്കുലേഷനും ദൈവത്തിനുണ്ട്. നമ്മൾ വിചാരിക്കും ദൈവം അറിയാതാണോ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്. ദൈവത്തിനെല്ലാം നമ്മളെന്താ വിശ്വസിക്കുന്നത്? എല്ലാം നന്മയ്ക്കായി എന്ത് ചെയ്യുക? എല്ലാം നന്മയ്ക്കായ ചെയ്യുന്നത്. എല്ലാം നന്മയ്ക്കായ ചെയ്യുന്നത്. എല്ലാം നന്മയ്ക്കായ ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പണ്ട് നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു രാജാവും മന്ത്രിയും കൂടെ പോയി. രാജാവിന് അപകടം ഉണ്ടായി. ആ മന്ത്രിയുടെ പ്രത്യേകത തന്നെ, പുള്ളി എന്ത് പറഞ്ഞാലും നല്ലതിനാന്ന് പറയും. നല്ലതിനാന്ന് പറയും. രാജാവിൻ്റെ കൈ വിറിഞ്ഞ് വിരലിൻ്റെ അറ്റം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തുണ്ടായി? അദ്ദേഹത്തിൻ്റെ മന്ത്രി പറഞ്ഞു, എല്ലാം നന്മയ്ക്കാന്ന്. രാജാവിനോട്ട് വിരൽ മുറിഞ്ഞു പോയത് നന്മയ്ക്കാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നന്മയ്ക്കാന്ന് പറഞ്ഞു. രാജാവിന് ദേഷ്യം വന്നു. രാജാവ് അവനെ പിടിച്ച് കൽത്തുറുങ്കിൽ അടച്ചിട്ട് അവൻ അവിടെ കിടക്കട്ടെന്ന് പറഞ്ഞു. അവസാനം കുറേ കഴിഞ്ഞപ്പോൾ രാജാവ് എന്തിനു പോയെന്നറിയാമോ? വേട്ടയ്ക്ക് വനത്തിൽ പോയി കഴിഞ്ഞപ്പോൾ അന്നത്തെ കാലത്തെ നരഭോജികളായ ആളുകൾ, അല്ലെങ്കിൽ ആ ആളുകൾ അവരെ പിടിച്ചു. കാട്ടിൽ ചെന്ന് പിടിച്ചു. ഇവർ രാജാവിന് എത്ര കഴിവുള്ളവനാന്ന് പറഞ്ഞാലും അവർ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ദേവിക്ക് ഉത്സവം കഴിക്കുന്ന സമയമാണ്. അന്നേരം അവർ ഒരാളെ നോക്കിയിരിക്കുക യാഗം കഴിക്കാൻ വേണ്ടി. അപ്പോഴാണ് രാജാവ്, സുന്ദര കോമള രൂപിയായ രാജാവിനെ പിടിച്ചു കെട്ടി പാട്ട കൊട്ടി അതിൻ്റെ അടുക്ക ചെന്നു. അവിടെ ദേവിയുടെ മുമ്പിൽ കഴുത്ത് കണ്ടിച്ച് യാഗം കഴിക്കാൻ തുടങ്ങുക. രാജാവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അത് കഴിയുന്ന കാർമ്മികൻ ഇവനെ മൊത്തം ഒന്ന് പരിശോധിച്ചു. പരിശോധിക്കുമ്പോൾ അംഗവൈകല്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. പരിശോധിച്ചപ്പം പുള്ളിക്ക് അംഗവൈകല്യമുണ്ട്, വിരൽ മുറിഞ്ഞു പോയതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇവനെ പറ്റത്തില്ല, യാഗത്തിന് കഴിക്കാൻ പറ്റുകയില്ല, ഇവനെ തിരിച്ചു വിട്ടേക്കാൻ പറഞ്ഞു. ഇവനെ തിരിച്ചു വിട്ടേക്കാൻ പറഞ്ഞപ്പോഴാണ് രാജാവ് ഓർത്തത് മന്ത്രി പറഞ്ഞ കാര്യം. എല്ലാം എന്താ? നിങ്ങളൊന്ന് പറഞ്ഞേ, എല്ലാം എന്താ?
നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കാര്യമല്ല എന്താ, നന്മയ്ക്കാണ്. ഒരു രോഗം വന്നാൽ അതിനകത്തൊരു പ്ലാനുണ്ട്, അതിനകത്തൊരു ഉദ്ദേശമുണ്ട്. പൈസ വരും പോവുകയൊക്കെ ചെയ്യും, നമുക്ക് ചിലവും കാര്യമൊക്കെ ഉണ്ട്. പൈസ വരും പോവുകയൊക്കെ ചെയ്യും. ഒരു പൈസയും നമുക്കാരും തന്നു വിടത്തില്ല. അപ്പോൾ നമുക്ക് പൈസ ഇല്ലാത്തപ്പോൾ ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യവും നന്മയ്ക്കാണ്. ഹല്ലേലൂയ. ഇന്നിവിടെ പൈപ്പ് പൊട്ടി കുറച്ച് പ്രശ്നമുണ്ടായി. അപ്പോൾ എനിക്കങ്ങ് ടെൻഷനായി, ഞാനിങ്ങനെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ആളുകളുടെ സ്വഭാവം മനസ്സിലായില്ല. നമുക്ക് എല്ലാ കാര്യം ഇതിപ്പോൾ എല്ലാം ഓക്കെയാണ്, നാളെ അവർ ചെയ്യും എല്ലാ കാര്യവും. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകുന്നതിനും ദൈവത്തിനൊരു ഉദ്ദേശവും പ്ലാനും ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിനൊരു ഉദ്ദേശവും പ്ലാനുമുണ്ട്. നമുക്ക് ചിലപ്പോൾ മനപ്രയാസം ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. സ്തോത്രം. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെന്നറിയണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വായിച്ചു വന്നത്, സ്തോത്രം, അവരെ ബാബേലിന് നേരെ അവർ ചെയ്തതിന് പകരം കൊടുക്കാൻ പറയുക. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകം 21 അധ്യായം 24 വാക്യം, എക്സോഡസ് 21:24, 21-ന്റെ 24 വാക്യം പറയുന്നത്, കണ്ണിന് പകരം കണ്ണ്, കണ്ണിന് പകരം കണ്ണ്. അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ ന്യായപ്രമാണം പറയുന്നത് കണ്ണിന് പകരം, നമ്മുടെ കണ്ണൊരുത്തനെ എറിഞ്ഞ് പൊട്ടിച്ചാൽ മറ്റവൻ്റെ കണ്ണെറിഞ്ഞ് പൊട്ടിക്കാം, അതിനകത്ത് കുഴപ്പമില്ല, കണ്ണെറിഞ്ഞ് പൊട്ടിക്കാം. പക്ഷേ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്, പൊള്ളലിന് പകരം പൊള്ളൽ. എന്ത് ചെയ്താലും അതിന് പകരം അത് ചെയ്യാമായിരുന്നു ന്യായപ്രമാണത്തിൽ. ഒരാളുടെ കാര്യത്തിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ന്യായപ്രമാണപ്രകാരം പകരം ചെയ്യാമായിരുന്നു, ന്യായപ്രമാണപ്രകാരം പകരം ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണേ, ന്യായപ്രമാണപ്രകാരം പകരം ചെയ്യാം, പക്ഷെ പകരമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ എന്താ കൊടുക്കുന്നത്? ഇരട്ടി പകരം കൊടുക്കുക. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണേ. ഇപ്പം സത്യത്തിൽ ന്യായപ്രമാണത്തിൽ പകരം ചെയ്താൽ മതി. ചെയ്തതിന് ഇപ്പം 100 രൂപ പറ്റിച്ചാൽ 100 രൂപ ഇത് ചെയ്യുക. അതല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്താലും പകരം ചെയ്യാനാണ് പറയുന്നത് ന്യായപ്രമാണം. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും കൂടെ പറയുന്നത് നമ്മുടെ ദൈവം ഭീകര ദൈവമാണ്, കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര തർക്കമാണ്, ടി വിയിലൊക്കെ ദൈവം കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ, അവനെ എന്തു ചെയ്യും? വെളിച്ചപ്പാടന്മാരെ സേവിക്കുന്നവനെയും വിഗ്രഹങ്ങളെ സേവിക്കുന്നതിനെയും ഒക്കെ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണം. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ദൈവം കൊല്ലുന്ന ദൈവമാണെന്നും പറഞ്ഞ് സംവാദം നടക്കുക. ഈയിടെ ഒരുത്തൻ സമ്പാദിച്ചിട്ട് ഒന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. സുവിശേഷത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാനാണ് വന്നത്. അപ്പോൾ വള്ളി പുള്ളി പോലും മാറത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിക്കുക, അപ്പോൾ അവിടെ കൊല്ലാൻ പറഞ്ഞില്ലേ? അപ്പം അതല്ലേ കർത്താവും പറഞ്ഞെന്ന്. അപ്പോൾ നമ്മുടെ കർത്താവ് കൊല്ലാൻ പറയുന്നവനാണെന്നാണ് ആളുകൾ പറയുന്നത്. മനുഷ്യൻ, ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തിനെതിരെ നിൽക്കുക. ഇവിടെ ഇരട്ടിയാണ് പകരം കൊടുക്കുന്നത്, ഇരട്ടി പകരം കൊടുക്കും. ഹല്ലേലൂയ. ഇരട്ടിയുടെ കാര്യം വരുമ്പോൾ ഒരു ഇതുണ്ട് കേട്ടോ. ഇന്ന് 1-2 കഥ ഞാൻ പറഞ്ഞു, അറിയാതെ വന്നതാ മനസ്സിലേക്ക്, വീണ്ടും അത് വരുമോ എന്നാന്നറിയത്തില്ല. സ്തോത്രം. ഈ ചിലയിടങ്ങളിൽ ഇരട്ടി എന്ന് പറയുമ്പോൾ, പണ്ട് പഴയ കാലത്തെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനിങ്ങനെ പറയുന്നതല്ല, പക്ഷേ ഇന്നങ്ങനെ വരുക. സ്തോത്രം. ഈ ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദൂതൻ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, നിനക്ക് നിനക്ക് എന്ത് നന്മ വേണേലും തരാം, നിനക്ക് എന്ത് നന്മ വേണേലും തരാം, പക്ഷേ അതിൻ്റെ ഇരട്ടി നിൻ്റെ മരുമോക്ക് കൊടുക്കുമെന്ന്. നിനക്ക് എന്ത് നന്മ വേണം, നിങ്ങൾ ലൈവായിട്ടിരിക്കണേ, എന്ത് നന്മ വേണേലും നിനക്ക് തരാം, പക്ഷേ അതിൻ്റെ ഇരട്ടി എന്തു ചെയ്യും? ഇപ്പം $10,000 തരാമെന്ന് പറഞ്ഞാൽ $20,000 മരുമോക്ക് കിട്ടും. അപ്പം ഇരട്ടി കൊടുക്കും. അപ്പോഴത്തേക്ക് ഈ തള്ള നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവളുമായിട്ട് നല്ല കലിപ്പായിരുന്നു. തള്ള പറഞ്ഞ് എൻ്റെ ഒരു കണ്ണങ്ങ് കളഞ്ഞേക്കാൻ. അപ്പോൾ മരുമോടെ എത്ര കണ്ണ് പോവും? 2 കണ്ണും പോവും. ഈ ഇരട്ടി പറഞ്ഞുകൊണ്ട് അങ്ങനെ കയറിപ്പോയതാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഇതെല്ലാം സംഭവിക്കുന്നതാണ്. ഞാൻ പറയട്ടെ, എന്ത് നന്മ വേണേ നേടിയെടുക്കാം. ഹല്ലേലൂയ. എന്ത് വേണേ നേടിയെടുക്കാം. പക്ഷേ നമ്മുടെ ചിന്താഗതികളൊക്കെ, നമ്മുടെ ഹൃദയം അങ്ങ് ചെറുതായി പോവുക. എനിക്ക് പോളൂട്ടൻ ഇവിടെ പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. അവൻ കൊച്ചുപുള്ളിയൊന്നും അല്ലായിരുന്നു, എന്നെ പണ്ടൊന്ന് തൊഴിച്ചതാണ് അവൻ കുഞ്ഞിലെ. അത്ര വില്ലനായിരുന്നു, സ്റ്റെഫൻ്റെ ഒക്കെ അത്ര ഉള്ളപ്പോൾ. ഹല്ലേലൂയ. കാരണം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവനിവിടെ വന്ന് ദൈവം മറ്റ് പിള്ളേർ മദ്യത്തിനും മയക്കുമരുന്നിനും ഇടയ്ക്ക് നടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ നാമം ഉയർത്തുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ നാമം ഉയർത്തുക. അവരുടെ ഒന്നും പുറകെ ആരും പോകണ്ട ക്യാമറയും പിടിച്ചോണ്ട്. അവർ ദൈവഹിതപ്രകാരമേ ജീവിക്കത്തുള്ളൂ. വചനം അവരുടെ ഉള്ളിലുണ്ടായിട്ടുണ്ട്.
വാക്യത്തിലേക്ക് മടങ്ങി വന്നാട്ട് സ്തോത്രം. ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത് എന്താണ്? ഇരട്ടിയാണ് കൊടുക്കുന്നത്. യെശയ്യാവ് 40:2 ഒന്ന് വായിച്ചേ. യെശയ്യാവ് 40:2. ഹല്ലേലൂയ. യെശയ്യാവ് 40:2. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ചു അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചും ഇരിക്കുന്നു. ഇസ്രായേൽ മക്കളാണേലും എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്ടംപോലെ പീഡ അനുഭവിച്ചിട്ടുണ്ട്. യഹൂദൻ അനുഭവിച്ച പീഡയ്ക്ക് കണക്കും കഴിയുമില്ല. 60 ലക്ഷം യഹൂദന്മാരെയാണ് നാസി ഗവൺമെൻറ് ഹിറ്റ്ലർ ഗ്യാസ് ചേംബറിൽ കയറ്റി കൊന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണമേ. ഇസ്രായേൽ മക്കൾ അവിടെ ജർമ്മനിയിൽ അങ്ങനെ കൊന്ന സ്ഥലമുണ്ട്. ഈ അവരുടെ ക്യാമ്പിൽ നിന്ന് ഇവരെ ട്രെയിനെ കയറ്റി കൊണ്ടുപോകും. അവരായിരിക്കും എന്തെങ്കിലും പണിക്ക് വേണ്ടി, അടിമപ്പണിക്ക് വേണ്ടി കൊണ്ടുപോകാമെന്നാണ് ഓർക്കുന്നത്. ഓരോ സെക്ഷനിൽ ഓരോ ട്രെയിൻ കുത്തി നിറച്ച് പോകും. അത് ഈ കൊല്ലുന്ന ഗ്യാസ് ചേംബറിലേക്കാണ് ട്രെയിൻ പോകുന്നതും തിരിച്ചു വരികയില്ല. ഇന്നും അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പോകാനുണ്ടായാൽ അതൊക്കെ ഒന്ന് കാണണം. ഇല്ലെങ്കിൽ ജോർജ് കുളങ്ങരയുടെ അതെടുത്തേച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ജർമ്മൻ ആളുകളെ ഹിറ്റ്ലർ യഹൂദനെ കൊന്ന ആ കാര്യങ്ങൾ, ആ സ്ഥലം കാണാം. അവിടെ ആ ഭാഗങ്ങളെല്ലാം കാണാം. അനേക പീഡ അവർക്ക് അനുഭവിച്ചു. ഇവിടെ ദൈവം തമ്പുരാൻ പറയാം, ഇസ്രായേൽ ജനം ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചത് കൊണ്ട് അവരോട് എന്ത് ചെയ്തു? ഇരട്ടിയായിട്ട് ദൈവം പകരം കൊടുത്തു. ഇനിയും പകരം കൊടുക്കാൻ പോവുക. നിങ്ങൾക്കറിയാം, ഇനിയും പകരം എന്നാ കൊടുക്കുന്നത്? ഇനിയും കഠിനമായി ഇസ്രായേൽ തോൽപ്പിക്കപ്പെടും. ഇപ്പോഴല്ല, അവസാനം. നമുക്കറിയാം, യെശയ്യാവ് 5 തോന്നുന്നു, അവിടുത്തെ സ്ത്രീകൾ അന്ന് പറയും, നിങ്ങൾ പേരിനൊന്ന് ഭർത്താവെന്നും പറഞ്ഞിരുന്നാൽ മതി. ആണുങ്ങളെ പിടിച്ചിട്ട് ആണുങ്ങൾ കുറവാ, പേരിന് ഇരുന്നാൽ മതി. ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ അഹോവർത്തി 4, 5, 6 ആദ്യത്തെ അധ്യായങ്ങളിലുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തോളാം? അഹോവർത്തി കഴിച്ചോളാം. കണ്ടോ? അന്ന് 7 സ്ത്രീകൾ. ഏതാ വാക്യം പറ. 4. അന്ന് 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച് ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം. നിന്റെ പേര് മാത്രം ഞങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് വെച്ചാൽ പേര് മതി, ഒരു സ്ഥാനപ്പേര് മതി. ഞാൻ ഇന്നവളുടെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ മതിയെന്ന്. അതുപോലെ ഒരു പീഡനം ഇസ്രായേലിന് വരും. അവസാനം അവർ എന്ത് ചെയ്യും? കുത്തിയവങ്കിലേക്ക് നോക്കും. കുത്തിയവങ്കിലേക്ക് നോക്കാനുള്ള കാരണം എന്നാ? കർത്താവിനെ ക്രൂശിക്കുമ്പോൾ പീലാത്തോസ് പറഞ്ഞു, ഇവൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഈ നീതിമാൻ്റെ രക്തത്തിൽ പങ്കില്ല എന്ന് പറയുമ്പോൾ, സ്തോത്രം, അവൻ്റെ ഭാര്യ അവനോട് സംസാരിച്ചു, നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അപ്പോൾ അവർ പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേൽ തന്നെ പോരാ, ഞങ്ങളുടെ മക്കളുടെ മേലും എന്ന് വിളിച്ചു വരുത്തുന്ന എന്തൊരു കാര്യങ്ങളാണെന്നറിയാമോ? ഇപ്പം എന്താ ഈ പ്രയാസങ്ങളെല്ലാം തുടങ്ങുന്ന, കൊലപാതകം എല്ലാം കൂടുന്നത്? ജീവനായകനെ കൊന്നുകളഞ്ഞിട്ട് കൊലപാതകിയായ ബർബാസിനെ അവർ ചോദിച്ചു വാങ്ങി. കർത്താവിനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ദൈവം ഇടപെടാതിരിക്കുമോ? കർത്താവിനെ തള്ളിക്കളഞ്ഞു, കൊലപാതകിയെ ചോദിച്ചു വാങ്ങിയത്. പ്രിയമുള്ളവരെ, അവർ സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിനെ പീഡിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ, നമ്മൾ സക്രിയാപുരാണത്തിലൊക്കെ വായിച്ചിട്ടുള്ളതാണ്, അവരുടെ രാജ്യം പിടിക്കുക, എല്ലാവരും എതിരാകും. അവസാനം അവർ കുത്തിയവങ്കിലേക്ക് നോക്കി നിലവിളിക്കും. എന്ന് വെച്ചാൽ മശിഹായെ നോക്കി നിലവിളിക്കും. അപ്പോൾ മശിഹ അക്ഷരാർത്ഥത്തിൽ 1000 വിശുദ്ധന്മാർ, ആ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നമ്മളുണ്ട് കേട്ടോ. എന്നാലെങ്കിലും ഒന്ന് സന്തോഷിച്ചില്ലേ? ഹല്ലേലൂയ. ഈ കർത്താവ് സഭയുമായി ആണ് ഇങ്ങോട്ട് വരുന്നത്. യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ കർത്താവിൻ്റെ കാല് ചവിട്ടും. 1000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരും. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, അതിന് ആ ഒരു സംഭവം വലിയൊരു സംഭവമാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചു, കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ മരിച്ചു. കാരണം പെട്ടെന്ന് ക്രൂശിൽ കിടക്കുന്ന ആളുകൾ മരിക്കുകയില്ല. അവൻ്റെ കാലൊടിപ്പിച്ച് അവനെ കൊല്ലാൻ ആഗ്രഹിച്ചപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ അവൻ മരിച്ചു. ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്തതെന്നറിയാമോ? കുത്തിയത്. അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പെന്തിക്കോസുകാർക്ക് ഒരു കുഴപ്പമുണ്ട്.
ആരെങ്കിലും വീഴുകയോ ഓടിയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ പാപമാണെന്ന് ചിന്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ കാരണം വാക്യമില്ലേ, അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകില്ല. ആരെക്കുറിച്ച് പറഞ്ഞേക്കുന്ന? കർത്താവിനെക്കുറിച്ച് പറഞ്ഞേക്കുന്ന. അത് മനസ്സിലാക്കണം. കാരണം നമുക്ക് ഈ വചനങ്ങൾ വലിയ പ്രശ്നം, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ. നമ്മളാരും ഒടിയണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. കാരണം ഈ വചനം വെച്ച് നമ്മൾ വ്യാഖ്യാനിക്കരുത്. ഈ വചനം വെച്ച് വ്യാഖ്യാനിക്കരുത്. അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോവുകയില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് സങ്കീർത്തനക്കാരൻ ആത്മാവിൽ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് കണ്ടതുകൊണ്ടാണ്, ആത്മാവിൽ അവൻ കണ്ടതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ കർത്താവ് മരിച്ചെന്നറിയുമ്പോൾ കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് വിലാപ്പുറത്ത് എന്ത് ചെയ്തു? കുത്തിയത്. വിലാപ്പുറത്ത് കുത്തി, രക്തവും വെള്ളവും എന്ത് ചെയ്തു? പുറപ്പെട്ടു. അപ്പോൾ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കി എന്ത് ചെയ്യും? നിലവിളിക്കും. ഇനി സംഭവിക്കാനുള്ള വലിയ സംഭവം, യേശു കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ ദൈവസഭയുടെ നിന്ന് മാറ്റപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇനി സംഭവിക്കാനുള്ള സംഭവം വലുതാണ്, വലിയൊരു സംഭവമാണ്. ദൈവമക്കളെ, നമ്മുടെ തല ഉയർത്തേണ്ട സമയമായി. നമ്മുടെ വേദന തീരാറായി, നമ്മുടെ പ്രയാസങ്ങൾ മാറാറായി. അപ്പോൾ ആളുകൾ ആയിരിക്കും ഇവിടെ എന്തെങ്കിലും, ഇവിടെ ഉള്ളെങ്കിലും ആരെങ്കിലും എടുത്തോട്ടെന്നേ. നമ്മളുമായിട്ട് എന്നാ ബന്ധം? ഇവിടെ ഉള്ളത് ആരെങ്കിലും എടുത്തോട്ടെ. സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ആരുടെയും കണ്ണ് കണ്ടിട്ടില്ല, ആരുടെയും ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ലാത്തൊരനുഭവം. നമ്മുടെ ഹൃദയത്തിൽ തോന്നാൻ പറ്റിയാൽ എന്താ ഹൃദയത്തിൽ തോന്നാൻ പറ്റുന്നത്? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ തോന്നുക എന്ന് പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന കാര്യങ്ങൾ എന്താ? സ്തോത്രം. നമുക്കൊരു ചിന്തയുണ്ട്. സ്തോത്രം. നമുക്ക് തോന്നുന്നതിൻ്റെ. എനിക്ക് പലയിടങ്ങളിൽ പോകാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നല്ലൊരു ഫുഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചിന്തയുണ്ട്, കാളം കാണും, തോരൻ കാണും, അച്ചാർ കാണും, അങ്ങനെയാണ് നമ്മുടെ ചിന്ത. പക്ഷേ വലിയ വലിയ ഹോട്ടലുകളിൽ, ബൊഫെ പോലെയുള്ള വലിയ ഇൻ്റർനാഷണൽ ഹോട്ടലുകളിൽ ചെന്നാൽ എന്ത് സാധനവും കഴിക്കാം. പന്നിയൊക്കെ അങ്ങ് വറുത്ത് വെച്ചേക്കുക തുണ്ടമായിട്ട്, കോഴി അതുപോലെ പൊറിച്ച് വെച്ചേക്കുക, ഞണ്ട്, പിന്നെ കൊഞ്ച്, നമുക്ക് ഇഷ്ടമുള്ളത് തിന്നാം. തവളക്കാല് എന്ന് വേണ്ട, നമുക്കിതൊന്നും ഭാവനെ പോലും കാണാൻ പറ്റുകയില്ല. ഐസ്ക്രീം തന്നെ പല സൈസ്, ഒറ്റ ബില്ലിൽ പോകുന്ന കാര്യമാണ് കേട്ടോ. ഞാനൊരിക്കലും അങ്ങനെ അടുത്ത് കയറാൻ പോയപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസികളെ ഒന്ന് ഓർത്തായിരുന്നു. ദൈവമേ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എൻ്റെ വിശ്വാസികൾ ആയിരുന്നെങ്കിൽ ഒന്ന് പിടിച്ചു നോക്കാമായിരുന്നെന്ന് ഓർത്തായിരുന്നു. കാരണം നമ്മുടെ ഭാവനെ പോലും കാണാൻ വയ്യ. സാലഡുകൾ, ഡിസേർട്ട്, ഇങ്ങനെ അങ്ങ് കിടക്കുക. കാരണം നമ്മളും കണ്ട് വെമ്പിപ്പോയിട്ടുണ്ട് കേട്ടോ. ആദ്യമേ പ്ലെയിനിൽ കയറിയപ്പം പ്ലെയിനിൽ ഇരിക്കുന്ന ഫുഡ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അറിയത്തില്ല. എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്, ഈ കസേര, ഇത് ടേബിൾ ഇങ്ങോട്ട് വലിക്കേണ്ടതെന്നൊക്കെ അറിയണ്ടേ. നമ്മൾ കയറിയിട്ടില്ല, ബെൽറ്റ് ഇടാൻ പോലും അറിയത്തില്ല. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ എല്ലാവരും ചെയ്യുന്നത് കണ്ട് പഠിച്ച്, കാരണം നമ്മുടെ കണ്ണിൽ തോന്നിയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് നമ്മുടെ ആരുടെയും ചിന്തയിൽ പോലും വരാത്ത കാര്യമാണ്. ചിന്തയിൽ പോലും വരാൻ വയ്യാത്ത കാര്യമാണ്. ഇനി ആരും ചിന്തിക്കരുത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഊട്ടിക്ക് പോകുമെന്നൊന്നും ചിന്തിക്കരുത്. അങ്ങനെ ഒരു പരിപാടി അവിടെ ഇല്ല കേട്ടോ. ഇവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ ഭർത്താവിനെ കാണാനോ ഭാര്യയെ കാണാനോ അല്ല നമുക്ക് സന്തോഷം. നമ്മുടെ ചിന്തയിലേക്ക് അത് വരത്തില്ല. വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, നമ്മളൊരു ബോധക്കേട് വന്നു കഴിഞ്ഞാൽ നമ്മളല്ലോ ഓർക്കുമോ? ഓർക്കത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ബ്രെയിനും ഇതെല്ലാം നമുക്കറിയാം, തിരിച്ചറിയാൻ കഴിയും. പക്ഷേ അങ്ങനെ ഒരു വാസമില്ല, അങ്ങനെ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാമോ അതിനനുസരിച്ച് നാം പ്രസാദിപ്പിക്കണം. നമ്മുടെ ഇവിടുത്തെ പണികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുക. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ സൗരന്മാരെല്ലാം സുവിശേഷ വേലയിൽ ഒന്നുകൂടെ വ്യാപൃതരാകണം, ഉപദേശിയുടെ ഭാര്യ ഉൾപ്പെടെ. ഞാനൊരു ട്രിപ്പ് കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ അമാന്തിച്ച് നിൽക്കുന്നത്. അപ്പോൾ കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത്രയേ ഉള്ളൂ. നമ്മൾ സുവിശേഷം പറഞ്ഞാൽ ആളുകൾ എതിര് വരും, ബുദ്ധിമുട്ട് വരും, നമ്മളെ വീട്ടിൽ കയറ്റരുതെന്ന് പറയും, ഇറക്കി വിടും. ഇതൊക്കെ നമ്മൾ സഹിക്കണം. നമ്മൾ കർത്താവിന് വേണ്ടി അനുഭവിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, അതിനെല്ലാം പ്രതിഫലം തരും. നമ്മൾ പാട്ട് പാടുകയല്ലേ, താതൻ പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനാ, താതൻ പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനാ,
തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി തരുമോരോരോ ബഹുമാനം വിളങ്ങിടും കിരീട ലായ് ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരാ നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ. താതൻ വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിലേ കാര്യം സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിനെന്തുണ്ട്? പ്രതിഫലമുണ്ട്. കർത്താവിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യത്തുമില്ല, നമ്മൾ വിമർശിച്ചുകൊണ്ട് വരിക്കും. കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, സ്തോത്രം. ഞങ്ങൾക്കും നല്ല സുബോധമുണ്ട്. ഞങ്ങൾ ഇനി ഒത്തിരി വർഷമൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കത്തില്ല. ചുരുങ്ങിയ പീരീഡ് മാത്രമേ ഉള്ളൂ. ഞങ്ങളെക്കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ദൈവം ചെയ്യിച്ച് കഴിയുമ്പോൾ ഞങ്ങളെ ഇവിടുന്ന് അങ്ങ് വിളിക്കും. അപ്പോൾ ഇതൊക്കെ എന്ന് ചോദിക്കുക, ഇതിപ്പോൾ അടുത്ത തലമുറ നമ്മുടെ ദേശത്തുള്ള ദൈവമക്കൾ ഉപയോഗിക്കും. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. സ്തോത്രം. അടുത്ത തലമുറകൾ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ദൈവം തന്നു. ശലോമോൻ ഒരു കാഴ്ചപ്പാട് കൊടുത്തു, ദാവീദിനൊരു കാഴ്ചപ്പാട് കൊടുത്തു. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ് കൊടുക്കുന്നത്. ശലോമോന് സ്തോത്രം കാഴ്ചപ്പാട് ദാവീദിനാണ് കാഴ്ചപ്പാട് ലഭിച്ചത്. പക്ഷേ ദൈവം അവനോട് പറഞ്ഞു, നീ പണിയണ്ട, നിൻ്റെ മകൻ എന്ത് ചെയ്തോളും? പണിതോളൂ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രവൃത്തി, നമ്മളെ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി, സ്തോത്രം. മടങ്ങി വരട്ടെ, സ്തോത്രം. ഹല്ലേലൂയ. യെരൂശലേമിനോട് അത്ര പീഡ അവരനുഭവിച്ചു. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 16:18 വായിച്ചേ. യെരമ്യാ 16:18. അവർ എൻ്റെ ദേശത്തെ തങ്ങളുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളാൽ മലിനമാക്കി. ദൈവത്തിനെതിരായ കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവം നോട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അവരെ ദൈവത്തിൻ്റെ ഈ ദേശത്തെ തൻ്റെ മ്ലേച്ഛ വിഗ്രഹങ്ങൾ കൊണ്ട് മലിനമാക്കി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ദേവാലയം എന്ന് പറയുന്നിടത്തും വിഗ്രഹങ്ങൾ ഇരിക്കുവാണെങ്കിൽ അവിടെ ദൈവം വെറുക്കുക. അത് ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ. ഇപ്പം മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസ്ത്യാനിയെന്ന് അഭിമാനിക്കുകയും നമ്മുടെ ഇടയിൽ ഇല്ലാത്ത രൂപവും കുന്തവും, സത്യം പറഞ്ഞാൽ എന്തോ ഒരു കഷ്ടമാണെന്നറിയാമോ? മലയാറ്റൂരോട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കാവ്യം എടുത്തുകൊണ്ട് എടുക്കാൻ വയ്യാത്ത കുരിശും ചുമന്നുകൊണ്ട് വലിഞ്ഞു കയറി ആളുകൾ ഈ വെയിലത്ത് പോകുന്നത്. എന്തോ ഒരു കഷ്ടമാണ്. കർത്താവ് ഇത് പറഞ്ഞായിരുന്നോ? നിങ്ങൾക്കറിയാമോ? അവിടെ വീഴുന്ന ആ കാണിക്ക, ആ ചുമട്ടുകാർ ചുമന്നാണ് ഇങ്ങോട്ട് ഇറക്കുന്നത്. അവിടുത്തെ അങ്ങോട്ട് ഇവർ ചുമന്ന് കയറ്റിയിട്ട് ഇടുന്ന കാഴ്ച. ഒരു പ്രായമുള്ള സ്ത്രീ ആ ചുമട് നിർത്തിയോന്ന് അറിയത്തില്ല. ചെറുപ്പത്തിൽ ഇന്നാളെ ഒരിക്കൽ ഞാൻ വായിച്ചായിരുന്നു. അവരവിടെ നിന്ന് നടന്ന് അവരുടെ ആ കാലം മുതൽ നേർച്ചയുടെ ഒരു ഭാഗമാണ്. അവിടെ വീഴുന്ന ഭണ്ണാരത്തിൽ വീഴുന്ന പൈസ നമ്മുടെ സ്വോത്രകാഴ്ചപാത്രത്തിൽ വീഴുന്ന പോലല്ല കേട്ടോ. അവിടുന്ന് ചുമക്കുക ആളുകൾ. സ്ഥിരം ഇങ്ങോട്ട് ആളുകൾ ആ നേർച്ചപ്പണം ചുമക്കാവുന്ന എടുക്കാവുന്നിടത്തോട് കൊണ്ടുവരുക. ഇങ്ങോട്ട് ചുമക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് അങ്ങോട്ട് ഇതെന്ത് ചെയ്യുന്നത്, ഇതെല്ലാം ചെയ്യുന്നത്. മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി. കാണിക്കവഞ്ചി ഇല്ലാത്തയും പരിപാടിയായിട്ടല്ലേ എവിടെയെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെ ചില പെന്തക്കോസ് ഹോളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഹോളിൻ്റെ പുറകിൽ ഒരു കാണിക്കവഞ്ചി വെച്ചിട്ടുണ്ട്. എനിക്കതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം ആളുകൾ വരുമ്പം ഇനി അവിടെ പുറത്തുനിന്ന് പോകുന്നവന് നേർച്ചയിടാൻ തോന്നിയാൽ പിന്നെ അതും പണിയാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, അവരുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളാൽ മലിനമാക്കി. സ്തോത്രം. അവരുടെ ദേശം മലിനമാക്കുക. സ്തോത്രം. ഇതിനാണ് ദൈവത്തിൻ്റെ ശിക്ഷ. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് ശിക്ഷയുണ്ട്. അടുത്ത ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. 18:7 വെളിപ്പാട് പുസ്തകം 18. അവൾ തന്നെത്താൻ
മഹത്വപ്പെടുത്തി. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി ആ, പുളിച്ചേടത്തോളം. തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചിടത്തോളം. എന്നാ ഭാഷയാ ആ വാക്യം? നമ്മൾ വിചാരിക്കില്ല അതൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഭാഷയാണല്ലോ എന്ന്. പുളയ്ക്കുക. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ഭക്ഷണം കഴിക്കാവുന്നത് മാത്രം നമ്മൾ കഴിക്കുക. ഏതെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം കൂടെ കുഴച്ച് പറിച്ച് നമ്മൾ കഴിക്കുക എന്ന് പറയുമ്പോൾ ദൈവം അതിനെ ശിക്ഷിക്കും. ഹല്ലേലൂയ, ദൈവം ശിക്ഷിക്കും. ജർമ്മനിയിലൊക്കെ ഭക്ഷണം നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നതെന്ന് പറഞ്ഞാലും അത് വേസ്റ്റാക്കിയാൽ ഫൈനാ. നമ്മൾ കാശ് മുടക്കി മേടിച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറ്റുന്നത് അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കാശ് തന്നു, പക്ഷേ ഈ ദേശത്തിലെ വിഭവമാണ്, ഞങ്ങളുടെ ചിക്കനും ഞങ്ങളുടെ പന്നിയും ഞങ്ങളുടെ പച്ചക്കറിയും ഞങ്ങൾ ഉണ്ടാക്കിയതാ, നീ കാശ് തന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഞങ്ങളുടെ വിഭവം എന്ത് ചെയ്യുക? നശിപ്പിക്കുക. നമ്മുടെ വീട്ടിലും ദയവ് ചെയ്ത് ഭക്ഷണങ്ങൾ കഴിക്കരുത്. ആഹാരം കഴിക്കാവുന്നതേ ഉണ്ടാക്കാവുള്ളൂ. ഇല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയാൽ സൂക്ഷിച്ചു വെക്കുക. അല്ലെങ്കിൽ അതിന് ന്യായവിധിയുണ്ട്. ആമീൻ പറയാത്ത നമ്മൾ നമ്മുടെ വീടുകളിലെ ഭക്ഷണങ്ങൾ നശിപ്പിച്ചാൽ, ഹല്ലേലൂയ. ഞാനൊരിക്കൽ ഞങ്ങളുടെ സ്വന്തപ്പെട്ട ഒരാളുടെ വലിയ കല്യാണത്തിന് പോയി. പെന്തക്കോസുകാരല്ല, ഈ രാമംഗലം പള്ളി ഇല്ല നടന്നേ, ഓഡിറ്റോറിയത്തിൽ. ഭക്ഷണം തികഞ്ഞില്ല. ഉദ്ദേശിച്ച ആളുകളെക്കാളിൽ കൂടുതൽ സാധനം കരുതി. ചിക്കൻ ഫ്രൈ ഒന്നും തികയാതെ വന്നു. അവസാനം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായ എന്നാന്നറിയാമോ? അവിടെ കുറേ കുടിയന്മാരെല്ലാം കൂടെ കയറി ഇത് ഓരോ കാലെടുത്തേച്ച് ഒന്ന് ചപ്പും, എന്നുവെച്ചാൽ അതേപടി വേസ്റ്റിലോട്ട്. കാശില്ലാത്തവർ നടത്തിയതല്ല, കാശുള്ളവർ നടത്തിയതാണ്. പക്ഷേ അവസാനം ഇത് തികഞ്ഞില്ല. അവസാനം വേസ്റ്റ് വന്നപ്പോഴാണ് മനസ്സിലായത് കിലോ കണക്കിന് കോഴിയാണ്. ഒന്ന് അടിച്ചു, അതിലെ മൂപ്പ് കൂടി, അതെന്ന് പറഞ്ഞ് ഞങ്ങൾ കളഞ്ഞു. അവർക്കെന്നാ ചെയ്തം, കൊണ്ടുപോടാന്ന് പറയുക. അതിനാണ് തിന്ന് പുളയ്ക്കുക എന്ന് പറയുന്നത്. ആഹാരം ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നതിനെക്കുറിച്ചല്ല ഇവിടെ പറയുക. ആ വാക്യം ഒന്നുകൂടെ വായിച്ച മോളെ. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചേടത്തോളം. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പീൻ. അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പീൻ. എന്തർത്ഥം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ എത്രത്തോളം കാണിച്ചോ അത്രത്തോളം നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. നമ്മൾ പറയുന്ന വാക്കുകളും ശ്രദ്ധിച്ച് വേണം ജീവിക്കാൻ. നമ്മുടെ വാക്കുകൾ ചീത്തയൊന്നും പറയാൻ നമുക്ക് അനുവാദമില്ല. പെന്തക്കോസുകാർ പറയാൻ പാടില്ലാത്തത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ദുഃഖം തോന്നാറുണ്ട്. നമുക്ക് പറയാവുന്നതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലേൽ നമുക്കതിന് ശിക്ഷയുണ്ട് പ്രിയമുള്ളവരെ. കാരണം കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചതല്ലേ. കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആർക്കെങ്കിലും ദേഷ്യപ്പെട്ട് അതുപോലെ എന്തെങ്കിലും പറയാൻ വയ്യാത്തവണ്ണം നാക്ക് ചൊറിയുവാണെങ്കിൽ ഞാനൊരു എളുപ്പവഴി പറയാം. കഥകത്ത് കയറി എന്ന് വെച്ച് കഥ കടച്ചേച്ച് ആർക്കും പുറത്തോട്ട് പറയാനുള്ളതെല്ലാം അങ്ങ് പറഞ്ഞു തീർക്ക്. ആരും പുറത്ത് കേൾക്കുകയല്ലോ. മറ്റൊരുത്തം കേട്ടാൽ, അല്ല ചിലർക്ക് പറയാതിരിക്കാൻ വലിയ വിഷമമാണ്. ചിലർ പറയല്ലേ എൻ്റെ നാക്ക്, നമ്മളാരും പറയാത്തത്, നാക്ക് ചൊറിഞ്ഞ് അതാണ് ചൊറിച്ചിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. നാക്ക് ചൊറിഞ്ഞ് വരുന്നവരെന്തോ ചെയ്യണം? കഥ കടച്ചിട്ട്. ഞാനൊരിക്കലും ഒരു കൊച്ചനെ ദേഷ്യം പെട്ടിട്ട് ഇടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവൻ്റെ അളിയനിട്ട് ഇടിക്കേണ്ടി അളിയനെ ഇടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവൻ കൈ ചുരുട്ടി ആ ഭിത്തിക്കിട്ട് ഇടിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ദേഷ്യം തീർക്കുന്ന, കാരണം ദേഷ്യം തീർക്കുന്ന ഇതുപോലൊക്കെയുള്ള അങ്ങനെയൊക്കെ തീർക്കുക. കാരണം അളിയനിട്ട് ഇടിച്ചാൽ പിന്നെ പെങ്ങള് ചെലവിന് കൊടുക്കണ്ടേ. അവന് ദേഷ്യം വന്ന് അളിയൻ പറയാൻ പാടില്ലാത്ത പറഞ്ഞു, കള്ളിൻ്റെ പുറത്താ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു. അതിന് അവന് ദേഷ്യം സഹിക്കവയ്യാഞ്ഞിട്ട് സിമെൻറ്റ് തേച്ച ഭിത്തിക്കിട്ട്, വെട്ടുകല്ല് പണിത ഭിത്തിക്കിട്ട്, പെരയുടെ ഭിത്തിക്കിട്ട് അങ്ങ് ഇടിച്ചു. കൈ പൊട്ടിയാലും വേണ്ടുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ദേഷ്യം അങ്ങ് തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറയുന്നത്, എനിക്കൊരു ഉത്തരവാദിത്വമില്ലേ? എല്ലാവരും അവരവർ ചെയ്തതിനും പ്രവർത്തിച്ചതിനും സംസാരിച്ചതിനും പ്രതിഫലം പ്രാപിക്കുമെന്ന് നല്ല ഉറപ്പ് എനിക്കുണ്ട്. ഹല്ലേലൂയ. വചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമുണ്ട്, അനുഭവത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്, ഞാൻ ഇന്നലെ ഒരു കാര്യം ഇവിടുത്തെ പാസ്റ്റർമാരോട് ഞാൻ പറഞ്ഞായിരുന്നു. മോളിൽ ചായ കുടിക്കുന്ന ആളുകൾ അവിടെ ഇരിപ്പുണ്ട്, ഹിന്ദിക്കാരാണ്. അപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ വിളിച്ചു, ഊപ്പർവാലാ ജൽദി ആവോ എന്ന്, ചായ തയ്യാറെന്ന്. ഞാനാ വിളിച്ചത് ഊപ്പർവാല എന്ന് വെച്ചാൽ ഉയരത്തിലുള്ളവനെ എന്നാണ് വിളിച്ചത്. അപ്പം തന്നെ എൻ്റെ കാലിടിച്ചങ്ങോട്ടും
ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു ഉയരങ്ങളിൽ ഇരിക്കുന്നവനെ ഞാൻ തമാശ പറഞ്ഞതാ, പക്ഷേ ആ തമാശ പോലും ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഊപ്പർവാല എന്ന് പറഞ്ഞാൽ മുകളിൽ ഇരിക്കുന്നവനെന്നാണ് അർത്ഥം. അപ്പം ഞാൻ ആ തമാശന് വിളിച്ചപ്പോൾ അതിനകത്ത് ഒരു സരസവും കൂടെ വന്നു. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ ദൈവത്തെ രുചിച്ചറിയുന്നവനാ, ഓരോ കാര്യങ്ങളിലും മനസ്സിലാക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. നാം എന്ത് ചെയ്തു കഴിഞ്ഞാലും ന്യായവിധിയുണ്ട്. സ്തോത്രം. നമ്മുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി നമുക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.